ചവറ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് പന്മനയിൽ സ്വീകരണം നൽകി. KMML MS യൂണിറ്റിലാണ് സ്വീകരണം നൽകിയത്. UDF അധികാരത്തിൽ വന്നാൽ പുനരധിവാസ പാക്കേജുകൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചവറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനാണ് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം ലഭിച്ചത്. KMML MS യൂണിറ്റിലും തൊഴിലാളികൾ ഷിബു ബേബി ജോണിന് സ്വീകരണം നൽകി. UDF അധികാരത്തിലെത്തിയാൽ ചിറ്റൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പുനരധിവാസ പാക്കേജ് നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 125 കോടി രൂപയുടെ ഗവൺമെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് വേണ്ടി ഒപ്പിടുന്ന ഓർഡർ. അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല. ആ ഗവൺമെന്റ് ഓർഡർ തട്ടിപ്പാണ്, കബളിപ്പിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഗവൺമെന്റ് വന്ന് 10 വർഷം മുമ്പ് അത് ക്യാൻസൽ ചെയ്ത് 10 വർഷക്കാലം 1 രൂപ അനുവദിച്ചില്ല. ഇപ്പോഴും പലരും പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ 20 കോടി രൂപ. 1 രൂപ അനുവദിക്കാൻ പറ്റില്ലല്ലോ. കാരണം അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിലേക്കാണ് അത് പറയുന്നത്. അതിന് ഒരു സാങ്ക്ടിറ്റിയും ഇല്ല, ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ്. കാരണം കേരള ചരിത്രത്തിൽ പുതിയതായിട്ട് ഗവൺമെന്റ് അധികാരത്തിൽ ഏൽക്കുമ്പോൾ അവരാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത്രയുമാണ് ഒറ്റയടിന്റെ ഓർമ്മയിൽ വരുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട മൈനിങ് സൈറ്റിലെ തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അന്ന് യഥാർത്ഥത്തിൽ ക്യാബിനറ്റിൽ പോയി ഫസ്റ്റ് മൈനിങ് സൈറ്റിലെ തൊഴിലാളികളെ കാഷ്വലാക്കാൻ തീരുമാനമെടുത്തത്. നിർഭാഗ്യവശാൽ എന്ന് നിയമ തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്യാബിനറ്റ് തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് നേരെ ലോയിൽ പോകണം, ലോയിൽ നിന്ന് ഫിനാൻസിൽ പോകണം. ലോയിൽ പോയപ്പോൾ അത് ചെയ്യാനൊക്കത്തില്ല എന്നുള്ള ഒരു തടസ്സവാദം അവർ എഴുതിയത് കൊണ്ട് നടക്കാതെ പോയി. പക്ഷെ ഇപ്പൊ ഇത്രയും കാലം മാറി, നിയമം മാറിയത് കൊണ്ടായിരിക്കുമല്ലോ കിഴക്കേ കമ്പനിയിൽ 600 ശിഷ്ടം ആൾക്കാരെ കാഷ്വലാക്കാനും അതിൽ 100 ശിഷ്ടം ആൾക്കാരെ സൂപ്പർ ന്യൂമറി പോസ്റ്റ് തസ്തിക ക്രിയേറ്റ് ചെയ്ത് കാഷ്വലാക്കാൻ തീരുമാനിച്ചത്. സ്വീകരണ പരിപാടിയിൽ UDF പ്രവർത്തകരും തൊഴിലാളികളും പങ്കെടുത്തു. ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.